എന്തൊരു മഴയല്ലേ ഇത്. അൻഷാദേ, നമുക്ക് ബ്രാസിന്റെ ഷവറും ടാപ്പുകളൊക്കെ ഒന്ന് തൂക്കി വിറ്റാലോ? അതെ, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ബാത്റൂം ഫിറ്റിംഗ്സ് തൂക്കി ഇരിക്കുന്ന പരസ്യം ഞാൻ കണ്ടല്ലോ. അൻഷാദ് കണ്ടില്ലേ? അത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവരെ ഇപ്പോഴത്തെ ബ്രാസിൻ്റെ വില ആയിരിക്കും അറിയാമോ? യൂട്യൂബിലോ ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അവർ തൂക്കി ഒരു പൈസ മേളിൽ വരും ബ്രാസിൻ്റെ വില മാത്രം. പിന്നെ ഈ സാധനം ഉണ്ടാക്കി വരണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഉണ്ടാവും, മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് ഉണ്ടാവും, ടാക്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ ഇവർക്ക് ഇത് വിൽക്കാൻ. ഇതവർക്ക് എങ്ങനെ വിൽക്കാൻ പറ്റും? പിന്നെ എങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? അതിനാകെ പോകെ ഉള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, ഡൽഹി, ഇവിടെയൊക്കെ ബ്ലാക്ക് മാർക്കറ്റ് കിട്ടുന്ന സാധനങ്ങളുണ്ട്. അത് ഈ ഇരുമ്പിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അത് നമുക്ക് മാഗ്നറ്റ് വെച്ച് പിടിച്ച് അറിയാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങൾ കയറ്റി വിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പം നമുക്ക് ഒരു പൈസ അല്ല, വേണമെങ്കിൽ 0.50 പൈസയ്ക്ക് വേണമെങ്കിലും നമുക്കത് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ക്വാളിറ്റി അത് ഞാൻ കാണിച്ചു തരാം. ഇത് പ്രമുഖ ബ്രാൻഡുകളുടെ സെറ, ജോൺസൺ, സ്കോട്ട് അങ്ങനെ വാറണ്ടീഡ് ആയിട്ട് വരുന്ന 10 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്ന ഫുൾ ബ്രാസ് ആയിട്ടുള്ള ടാപ്പുകൾ, അതിൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നമ്മൾക്ക് ഓഫർ കൊടുക്കുന്നത്, ആൾക്കാർ തൂക്കി വിൽക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ്. ഒന്നാമത്തെ കാര്യം, ബ്രാസിൻ്റെ ഒരു നോർമൽ ടാപ്പിൻ്റെ വെയിറ്റും നമ്മുടെ ഇതും തമ്മിൽ പകുതിക്ക് പകുതി വെയിറ്റിൽ തന്നെ ഡിഫറൻസ് വരും. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും വെയ്റ്റ്ലെസ് ആയിരിക്കും. വെയ്റ്റ്ലെസ് ഇതിൻ്റെ അതിൽ ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലുമായിരിക്കും. ഇത് ബ്രാസ് ടാപ്പുകളാണ്. ഇത് ബ്രാസാണ്, ഇതെല്ലാം ബ്രാസാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനായാലും ഒരെണ്ണം വരുമ്പോൾ 400 ഗ്രാം ആ റേഞ്ച് ഇതിൻ്റെ വെയിറ്റ് വരും. ഇതിൻ്റെ ഷവർ എന്ന് പറയുന്നത് ഉണ്ട്, ഇതേ ഫിനിഷിങ് വരും ഷവർ വരുന്നത്. സെറാടെ ഇത് സോണറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇത് തൂക്കി വയ്ക്കുന്ന ഷവർ. ഇതിൻ്റെ ബീഡിങ് ഇതെന്ന് പറഞ്ഞാൽ 2 SS-ൻ്റെ ഒരു ഷീറ്റിൻ്റെ പകുതി കാണും. അതിൻ്റെ സെൻറ്ററിൽ PVC ബീഡിങ് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് മുറുക്കിയേക്കാണ്. ഇത് നമുക്ക് 200 രൂപയ്ക്ക് കൊടുക്കാം. ഇത് തൂക്കുമ്പോൾ 230 രൂപ വരും. പിന്നെ വരുന്നത് ടാപ്പാണ്. ഓഫറിലിരുന്ന ടാപ്പ് 30 രൂപ 40 രൂപ വരുന്ന ടാപ്പാണ്. ആണ് ഇതാണ്. ഇത് ഇരുമ്പിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. ആംഗിൾ കോക്ക്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓഫറിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് 50 രൂപ താഴെ ഈ സാധനം നമുക്ക് തരാൻ പറ്റും. ഇത് വരുന്നത് നിങ്ങൾക്ക് വെറും 50 രൂപ താഴെ ഇതും തരാൻ പറ്റും. കാരണം ഇത് ഇരുമ്പാണ്. ഇത് നിങ്ങൾക്ക് 3 വർഷം വാറണ്ടി എനിക്ക് തരാൻ പറ്റും. 3 വർഷം കഴിഞ്ഞ് തുരുമ്പെടുത്ത് അകത്തൊടിഞ്ഞിരിക്കുമെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് 3 വർഷത്തേക്ക് മതിയെങ്കിൽ ഈ സാധനമെല്ലാം ഓക്കെയാണ്. ഈ ഷവറും ഓക്കെയാണ്. നിങ്ങൾക്ക് ലൈഫ് ടൈം നിങ്ങൾ വാങ്ങിക്കുന്ന സാധനത്തിന് നിങ്ങൾക്ക് മൂല്യം വേണമെങ്കിൽ നിങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങൾ മാന്യമായ രീതിയിൽ തരാൻ പറ്റുന്ന റേഞ്ചിലുള്ള സ്കോട്ട്, അല്ലെ സെറ, ജോൺസൺ എന്ന ബ്രാൻഡഡ് സാധനങ്ങളുണ്ട്. അതുപോലെ കുറേ ബ്രാൻഡുണ്ട്. ഫുൾ ബ്രാസിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അഡ്സൺ, സോറിൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതെല്ലാം ബ്രാസിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതേപോലെ ലോക്കൽ സാധനങ്ങൾ ഒന്നാമത് അതിൻ്റെ മേളിൽ പേരുണ്ടാവില്ല. അതിപ്പോൾ പേര് കസ്റ്റമർ വിചാരിച്ചാൽ, കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ വിചാരിച്ചാൽ അതിന് പേരടിച്ച് കയറ്റാം. പക്ഷേ അതിന് കൃത്യമായൊരു ബോക്സ് പാക്കിങ്ങോ MRPയോ ഉണ്ടാവില്ല. കാരണം ഇത് തന്നെ. ഇത് വരുന്നത് നമുക്ക് 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഹാൻഡ് ഷവറാണ്. ഇതിൻ്റെ ബാക്കിൽ MRPയോ ഒന്നും ഉണ്ടാവില്ല. ഇത് ABS ആണ്. ഇത് PVCക്കകത്ത് നമ്മൾ പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ്. ABS ആയിട്ട് പ്ലേറ്റ് ചെയ്താൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവും. അതിൻ്റെ കംപ്ലൈൻറ്റ് വരും. 100 രൂപയുടെ സാധനവും 1000 രൂപയുടെ സാധനം തമ്മിൽ എന്തെല്ലാം വ്യത്യാസം വരുമോ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സാധനം തൂക്കി വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാന്തം എടുത്ത് കൈ വെച്ചേക്കുക. കയ്യിലോ പോക്കറ്റിലോ സൂക്ഷിക്കുക. ഓരോ സാധനം എടുക്കുക, കാന്തത്തിൽ മുട്ടിച്ച് നോക്കുക, എന്നിട്ട് വാങ്ങിക്കുക. അത് നിങ്ങളുടെ ചോയ്സാണ് വാങ്ങിക്കുന്നത്. ഒരിക്കലും എൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങാനോ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങാനോ നമ്മൾ പറയുന്നില്ല. നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ മാക്സിമം ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല റേറ്റിൽ നിങ്ങൾക്ക് എവിടെ സാധനം കിട്ടുമോ അത് നിങ്ങൾ വാങ്ങിക്കുക. അതേ നമുക്ക് അത്രയും പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.